Hi guys. Hi guys. എല്ലാവർക്കും ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ ദീപാവലി. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഡെക്കറേഷൻ ചെയ്ത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ദീപാവലി സ്പെഷ്യൽ ആയിട്ട് ഒരു സ്വീറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ദീപാവലി എന്ന് പറയുമ്പോഴേ സ്വീറ്റ്സ് ആണല്ലോ നമ്മൾ സ്പെഷ്യൽ. പടക്കവുമാണ്. പടക്കം മഴയാണ്. ദീപാവലി സ്വീറ്റ്സ് ആയിട്ട് നമ്മൾ ഫേമസ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഗുലാബ് ജാമുൻ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണില്ല. അതെ, ഷുഗർ പേഷ്യൻസ് ഇഷ്ടമായിരിക്കും. പിന്നെ ഇന്നൊരു പ്രത്യേകതയുണ്ട്, കുക്ക്. ഇന്നത്തെ കുക്ക് നിങ്ങൾക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ന് കുക്ക് നമ്മൾ ഉല്ലാസാണ്. ഉല്ലാസാണ്. ചതിയൊന്നുമല്ല. ഞാൻ ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ഇതിനെ പറ്റി എന്റെ അടുത്ത് പറയുന്നത്. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം തന്നില്ല. ഇതെന്ന് പറഞ്ഞാല് പൊന്നാടണിക്ക് ഉല്ലാസ് ഇത് എനിക്കെതിരെയുള്ള മാറിപ്പോയി. ഇവരെന്നെ പെടുത്തുകയാണ് ഗൈസ്. ഞാൻ പലതവണ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ക്യാമറയിൽ പിറയിൽ നിൽക്കേണ്ടവനല്ല, നീ മുമ്പിൽ വരേണ്ടവനാണ്. വേറെ വല്ല ഡിഷ് വരുന്നെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി ഫെയിൽ ആയിട്ടുള്ള സാധനമാണ്. അല്ല ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ ഇവനൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു ചെറിയ സാധനം തന്നെ കൊടുക്കാൻ നമ്മളെ പോലെ ടഫ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ പിന്നെ അത് വേണ്ടെന്ന് വിചാരിച്ചു. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഒരു ചെറിയൊരു ഡിഷ് ചെയ്തു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വലുത് വലുത് കൊടുക്കാം. പയ്യന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ ഒന്നും തരണ്ട, ജാമ്യം ഒന്നും ഇടണ്ട. ഇവിടെ ഡയലോഗ് അടിക്ക് ഒരു കുറവില്ലായിരുന്നല്ല. നന്നായെങ്കിൽ നന്നായെന്ന് പറയാം. ഇല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ട് എന്നല്ലേ പറയുന്നത്. ഇല്ലെങ്കിൽ എന്നെ അടിച്ചു താഴ്ത്താൻ വേണ്ടിട്ട് കള്ളം പറയും. ഫുഡ് പൊട്ടിയാലും വേറെ എന്തെങ്കിലും ഒരു പടക്കെങ്കിലും ആവുമല്ലോ. അപ്പൊ ഗൈസ്, നമ്മുടെ ബിഗിനർ ഫ്രണ്ട്ലി കുക്കിന്റെ അടുത്ത് ചോദിക്കാം, ഇന്ന് എന്താണ് ഫസ്റ്റ് തുടക്കം പറയാ? ഫസ്റ്റ് നമുക്ക് ഗുലാബ് ജാമുന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്ത്. ഇത് രണ്ടാമത്തെ ടേക്കാണ് ദാസൻ നേരത്തെ നോക്കി വെച്ചിരുന്നത്. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഷുഗർ സിറപ്പിന് ഷുഗർ വേണം, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് വേണം. ഇത് റോസ് വാട്ടർ, ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തിനാണ് പാൽപ്പൊടി വേണം, കുറച്ച് മൈദ വേണം, പിന്നെ അത് പൊരിക്കാൻ എണ്ണ വേണം, പിന്നെ ഇച്ചിരി ബേക്കിംഗ് പൗഡർ. ഇത്രയും സാധനം, ഇത് സിമ്പിൾ സാധനമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയല്ലോ. ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കാം. നിങ്ങൾക്ക് എത്ര ഗുലാബ് ജാമുൻ വേണം? എനിക്കൊരു 3 ഉണ്ടെങ്കിലും വേണം. നിനക്ക് അതാണ് അപ്പൊ ഒരു 5 ഉണ്ടെങ്കിലും എനിക്ക് വേണം. നിനക്ക് എത്ര ഉണ്ടാവണം? 4 മിനിമം. അപ്പൊ നമുക്കൊരു 10-30 ഉണ്ട ഉണ്ടാക്കാം. ഒരു 30 എണ്ണം ഉണ്ടാക്കാം. നമുക്ക് സൈസുള്ള ഉണ്ടയാണ്. അപ്പൊ നമുക്കെങ്കിൽ കുറച്ചുണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് നമുക്കൊരു 3 കപ്പ് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അപ്പൊ ഇത് 3 കപ്പ് തികയോ? ഇതിലുള്ള കപ്പ് ഉള്ള കപ്പ് വെച്ച് ചെയ്യാം. 2 കപ്പേ ഉള്ളല്ലേ? 2.25 കപ്പേ ഉള്ളൂ, ഉള്ളത് വെച്ച് ചെയ്യാം. 5 ഉണ്ട കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതല്ലല്ലോ വേറെ പിന്നെ നമുക്ക് ഇത് എത്ര പഞ്ചാര എടുത്തോ അത്രയും വെള്ളവും വേണം. ഓ ഇതില്ല ഇതെന്ന് പറഞ്ഞാൽ 1 കപ്പാണ്. ഇത് 1 കപ്പ് 1:1 റേഷ്യോയിലാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം തിളപ്പിച്ചിട്ട് അലിയിച്ചിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിക്കണം. കൂടുതൽ തിളപ്പിച്ചാൽ ഇത് കട്ടിയായിപ്പോ, അപ്പോ നമ്മുടെ സാധനത്തിനകത്ത് കയറൂല. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഉരുക്കി എടുത്തിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. കൂടുതൽ തിളപ്പിച്ചാൽ നമ്മുടെ ഇതിട്ടാണ് എല്ലാരും ചെയ്യണത്. ഷാൻജിയോക്ക് എതിരാണ് ചെയ്തത്. ഷാൻജിയോ ഇത് മാവാണ്. അല്ലല്ല, എടുത്തു നോക്ക്. ഇത് നേരത്തെ ഇട്ടാണ് ഇങ്ങനെ ഈ പരുവായ. ശ്രീകാന്ത് നേരത്തെ ഇട്ടാണ്. ഷാൻജിയോ ഇത് ശ്രദ്ധിക്കുക, ഇതിട്ട് ചെയ്യരുത്. ഷാൻജിയോ ഇത് ചെയ്തിട്ടില്ല. ഇത് മറ്റേ മാവ് കുഴക്കാനാണ് സാഞ്ചി കിട്ടുന്നത്. ഞാൻ പോയി കമ്പ് എടുത്തിട്ട് വരാം. ഒന്നും അറിയില്ല. അപ്പൊ ഇത് അലിയണം. അലിയുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള എന്തിനാണ് മറ്റേ സാധനം ഏലക്ക.
ഏലക്ക നമുക്ക് ശുദ്ധമായിട്ട് പൊടിച്ചെടുക്കാം. അതെ അതെ, ചക്കിലാട്ടി ഒരു 3-4 മതി, ഒരുപാട് ഇട്ടാൽ അതിന്റെ ടേസ്റ്റ്. ഇത്രയും മതി. അത് മതി. ഇതിനെ നമ്മൾ ഇങ്ങനെ 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 താഴെ വെച്ചടിക്കുന്ന അതിൽ വെച്ചടിച്ചാൽ അത് പൊടിഞ്ഞു വീഴും. യെസ്, ഇത് മതി. ഫ്ലേവർ വന്നാൽ മതി. കല്ലിന്റെ ഫ്ലേവർ വന്നോന്ന് എനിക്ക് സംശയം. കുറച്ച് ഇരിക്കട്ടെ. അപ്പൊ ഇത് ആവട്ടെ ഗൈസ്. തിളച്ചു തുടങ്ങി അധികം സമയം, ഒരു 1-2 മിനിറ്റ് ഇത് ആക്കാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 17 19 ആകുമ്പോൾ നമുക്ക് നിർത്താം. ടൈമൊക്കെ പക്ക ആയിരിക്കണം, ഇല്ലെങ്കിൽ എല്ലാം കുളം. ഏകദേശം 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മറ്റേ ഈ സാധനം ഇടാം, എന്താണ് കുങ്കുമപ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ സാധനം വരും. പക്ഷെ അത് വേണ്ട, നമുക്ക് ഇത് കുങ്കുമപ്പൂവൊക്കെ എക്സ്പെൻസീവ് ആണ്. കുറഞ്ഞ ലോ ബഡ്ജറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി ലോ ബഡ്ജറ്റ്. ഇപ്പൊ ഏകദേശം 1-2-3 മിനിറ്റ് ആയി. അപ്പോഴത്തേക്കും നമുക്ക് ഒരു തുള്ളി ഇത് ഒഴിച്ചു കൊടുക്കാം. എന്തിനാണ് ഇതിന്റെ പേര്? റോസ് വാട്ടർ. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. ഗുലാബരി സൈക്ക എന്നാണ്. അത് ഗുലാബ് ജാമിന് വേണ്ടി ഉള്ളതാണ്. ഫുഡിന് പ്രത്യേകം ഉണ്ടാക്കുന്ന റോസ് വാട്ടർ വാങ്ങാം. അതെ, ഒരു തുള്ളി ഒഴിച്ചത് ഫ്ലേവറിന് വേണ്ടിയിട്ട്. കൺട്രോൾ ചെയ്ത് ഒഴിക്കില്ല, പേടിക്കണ്ട. ഒരു തുള്ളി, പുള്ളി 2-3 തുള്ളിയാണ് പറഞ്ഞത്. ഇനി എന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കൂടെ ഇടുകയാണ്. നാരങ്ങ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഷാഞ്ചി ഇട്ടിട്ടില്ല. ഉല്ലാസിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാ ഷെഫിനും അവരുടേതായിട്ടുള്ള ഒരു കൈമുദ്രയില്ലേ, ആ മുദ്രയാണ് ഈ മുദ്ര. ഇല്ല, അത് ഇതാണ് കാരണം. അത് ഈ നാരങ്ങയായിരുന്നു ആ കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ തീ അണച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആറാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ഗുലാബ് ജാമുന്റെ ഉണ്ട ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഉണ്ട ഉരുട്ടാനുള്ള പരിപാടി തുടങ്ങാം. അതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പാൽപ്പൊടി. നമ്മളിപ്പോൾ ഒരു 2 കപ്പ് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. ലാവിഷ് ആക്കാന്ന് വിചാരിച്ചു. 2 കപ്പ് ലാവിഷാണല്ലേ? പിന്നെ 2 കപ്പ് വേണോ? ഇത് കുറെ നിനക്കിത് നല്ല രുചിയായ എന്ത് പേരിട്ടെന്നറിയാം. 2 കപ്പ് പാൽപ്പൊടിക്ക് നമ്മള് 1/2 കപ്പ് മൈദയാണ് ഇടുന്നത്. അപ്പൊ ആ റേഷ്യോ നിങ്ങൾ ശ്രദ്ധിച്ചോണം. 2 കപ്പ് ഇതിന് 1/2 കപ്പാണ് ഇടുന്നത്. 1/2 കപ്പിന്റെ കാണുമല്ലോ. 1 കപ്പിന് കുറച്ചുകൂടെ വേണ്ടേ? കുറച്ചുകൂടെ വേണം. കറക്റ്റ് റേഷ്യോ ആയിരിക്കണം. മതി. ഓക്കെ, കറക്റ്റ് ഇട്ടോ. ഉല്ലാസിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇച്ചിരി എത്രയാണ്? ഒരു 1/2 ടീസ്പൂൺ. എന്താണ് ഇതിന്റെ പേര്? അതെ, എന്റെ ഞാൻ ഇടപെടാനില്ല. പോയി കയ്യിൽ നിന്ന് പോയാൽ തീർന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇത് ബേക്കിംഗ് പൗഡർ. ടേബിൾ സ്പൂൺ നല്ലത്. ഇത് ടേബിൾ സ്പൂൺ ആണെന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ ശരിയായിരിക്കും. ഇത് കുളമായാൽ തീർന്നു. ഇനി നമ്മൾ ഇതില് പാലൊഴിച്ച് വേണം കുഴക്കാനുള്ളത്. ആ സാധനം ഇല്ല, പാല് കട്ടിയാട്ടാ. ഇത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ജനറൽ ആയിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറേശ്ശെ പാലൊഴിച്ച് നമ്മൾ ഇതിനെ കുഴച്ചെടുക്കണം. നല്ല കത്തിരി വാങ്ങി വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഇതിൽ കുറച്ച് ഒഴിച്ച്. ഇതാണ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഗൈസ്. നമ്മൾ ഞാൻ അതിൽ കുറച്ചിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കോ. നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇത് കുഴഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ആയിട്ടേ ചെയ്യുള്ളൂ. കൺട്രോൾ ചെയ്ത് ഒഴിക്കണം. കൺട്രോൾ ഉള്ള ആരെങ്കിലും ഇത് ഒഴിക്കൂ. ദാസന് കൺട്രോൾ ഉണ്ട്. ഞാൻ ഇളക്കാം. എനിക്ക് ഇളക്കാൻ നല്ല കൺട്രോളാണ്. ദാസൻ ഇവനെന്തോ ഒരു നോട്ടം. അല്ല, ദാസൻ ചേട്ടന് അത്ര കൺട്രോൾ ഉണ്ടെന്ന് തോന്നണില്ല. എന്റെ അത്ര പോലും ഫേമസ് ആണ്. ഇത്രയും ഇതിനകത്താണ് വീണ്. ഇതിലൊഴിക്കുക. വേണമെങ്കിൽ ഇത് വെളിയിൽ വെച്ചോ. നീ സ്റ്റൗവിന് പല തറയെ പോണ് നോക്കിയാണ് അവിടെ കൂടെ ഒലിക്കണ്. മാറിയാണ് പറ്റില്ല. എത്ര അടപ്പായി ഇതിപ്പം? 3 അടപ്പായി. 3-4 ആയില്ലേ? ഇത് സ്പാച്ചുല ഇട്ട് ചെയ്യടാ. ഇതിന് ഉപയോഗിക്കും സ്പാച്ചുല. ഇത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കുഴക്കേണ്ടെന്നാണ് ഞാൻ കണ്ടത്. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ കുഴഞ്ഞു വന്നാൽ മതി. നമ്മൾ മറ്റേ പൊറോട്ട അടിക്കും പോലെ അടിക്കേണ്ട ആവശ്യമില്ല. പാലെവിടെ? പാല് ഇപ്പൊ കൊണ്ടുവരാം. 1 മിനിറ്റ്. കുറച്ച് കളഞ്ഞെങ്കിലും കുഴപ്പമില്ല. ഗ്ലാസ്സിൽ കൊണ്ടുവരാം. നല്ല മണം വരുന്നുണ്ടല്ലേ? സ്പൂണേ ഇതിന്റെ അകത്തിട്ട് കോരി എടുത്താ പോരെ? ഓക്കെ, കണ്ട പെട്ടെന്ന് ഇളക്ക്. മണം ഗൈസ്, സൂപ്പർ മണം. ഇപ്പൊ എത്ര അടപ്പായി? 4 മണ്ണിന്റെ മണമല്ലേ? ഇതിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ചെറിയ പാൽപ്പൊടിയുടെ മണമുണ്ട്. ഇല്ല കൂടിയില്ല. നമുക്കിത് ഉണ്ട പോലെ പക്ഷെ ഇതാക്കണം. അത് ഞൗടണ്ടേ. ഇനി നമുക്ക് കൈ ഇട്ട് കുഴക്കാം ഗൈസ്. അതിന് മുന്നേ കൈ കഴുകണം. എടാ, കുറച്ചുകൂടെ പൊടി ചേർക്കണോ?
കുറച്ചുകൂടെ പൊടി ചേർക്കാൻ കേട്ടോ. കുറച്ച് പൊടി ഇതും ചേർത്താലോ? ഇത് നിന്റെ അടുത്ത് വാഴക്കപ്പം ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്? ഗുലാബ് ജാമാണ്. ഇച്ചിരി ലൂസായോ എന്നൊരു സംശയം ഗൈസ്. എടാ ഇത് ഉരുട്ടാൻ പറ്റൂല. എടാ ഇത് വാഴക്കപ്പത്തിന്റെ കൺസിസ്റ്റൻസിയാണ്. എടാ കുറച്ച് ഇത് ചേർക്ക്. ഏതൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്? ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതിന്റെ അളവ് എണ്ണ ഇത് ആരും എണ്ണിയില്ല. അവസാനം ഒന്നുകൂടെ ഒഴിക്കാന്ന് പറഞ്ഞു. ഉല്ലാസേ ഇതാ തട്ട് നില്ല അളവ് നോക്ക്. അര ചെയ്തിട്ട് ആരാണോ നോക്ക്. തട്ടി അതല്ല അവിടെ തട്ടാനല്ല ഇങ്ങനെയാണ്. മറ്റേ മൈദ ഒരു ഇച്ചിരി കാലിന്റെ കുറച്ച് ഒരു തുള്ളി മതി. കാലിന്റെ തുള്ളിയോ? നോക്ക് മതി. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ഗൈസ്, എന്നാലേ പഠിക്കുള്ളൂ. ഇന്ന് ഗുലാബ് ജാമുൻ തിന്ന് മരിക്കുമല്ലോ. വീഡിയോയുടെ താരം ഷാൻജിയുടെ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും പോയി അത് കണ്ടിട്ട് വന്നാൽ ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പൊ കറക്റ്റ് ആയി. ആണോ? നീ നമ്മളെ കൺവിൻസ് ചെയ്യല്ലേ? ഇല്ല ഇത് കറക്റ്റ് ആയി. ഇത് കയ്യിലൊട്ടും. ഇതിന്റെ മാവിന്റെ കൺസിസ്റ്റൻസി കയ്യിലൊട്ടുന്നതാണ്. അങ്ങനെ ഷാൻജിയോ പറഞ്ഞില്ലല്ലോ. അത് നമ്മൾ നെയ്യിട്ട് പിടിക്കണം. ഇനി അത് ആദ്യമേ അല്ലേ ചെയ്യേണ്ടത്? ഇത് കുറച്ചും കൂടെ ഇല്ല ഞാനാണ് ഷെഫ്, അപ്പൊ ഞാൻ പറയണ കേട്ടാ. എടാ പഞ്ചസാര ലൈൻ ഇതിലോട്ട് ഒഴിച്ചാലോ? അല്ല എനിക്ക് അതിലോട്ട് എടുക്കാൻ പറ്റുമോ തോന്നണ്ട. മുക്കിയെടുത്ത ഗുലാബ് ഇത് ഇറക്കായിരുന്നു അല്ലേ? പുതിയ ഡിഷ് ഇറക്കായിരുന്നു. ഇവരെന്നെ തളർത്തേ നോക്കുന്നു, പക്ഷെ ഞാൻ തളരില്ല. ഉല്ലാസിന്റെ ഒരു ഇഷ്ടം പോലെ ചെയ്യും. മാവ് ഇടേണ്ടി വരുവാ. ഉല്ലാസ് അക്സെപ്റ്റ് ചെയ്യും. ഇച്ചിരിയും കൂടെ പാൽപ്പൊടി ഇട്ടേ കുറച്ച്. കൊളായ ഇവരാണ് ഉത്തരവാദി. മതിയാ? അപ്പൊ അതിനുള്ള മൈദ വേണ്ടേ നിനക്ക്? മൈദ വേണ്ട, അത് മാത്രം ഇട്ടാ മതിയാ? ഉറപ്പാണോ? ഓ മതി. ഇത് ഞാൻ ഉണ്ട ആക്കുന്നു. ഇത് ഉണ്ട കെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അതിൽ ക്രാക്ക് വരാൻ പാടില്ല. ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ പൊളന്നു പോകും. ഉണ്ട കറക്റ്റ് ഷേപ്പ് ആയിരിക്കണം. മുട്ട പോലെ ഇരിക്കണം. നീ കുറച്ച് കുറച്ചും കൂടെ മാവില്ല. ഇവര് ശരിയല്ല ഗൈസ്, ഇവര് ഭയങ്കര ഡീമോട്ടിവേഷൻ. ഇനി നമ്മൾ കൈ ഒന്നുകൂടെ കഴുകിയിട്ട് നെയ്യിട്ട് പിടിക്കാം ഗൈസ്. ഇനി നമ്മൾ ഇതിനെ ഉരുട്ടാനായിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ആക്കണം, എന്നാലേ കയ്യിൽ ഒട്ടാതിരിക്കുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഷാൻജിയെ പറയപ്പെടും അതൊക്കെ. അപ്പൊ ഇനി നമ്മള് ഇതിനെ ഇപ്പൊ ഒട്ടുന്നുണ്ടോ കയ്യില്? കണ്ട നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ കണ്ട വരുമ്പോ കണ്ടോ നിങ്ങള്? കുറച്ചും കൂടെ. ഇനി നമ്മള് കുഞ്ഞു നെല്ലിക്കയില്ലേ, ആ വലിപ്പത്തിൽ ഇത് മതി. ചപ്പാത്തിക്ക് പോലെ കുഴക്കണ്ടേ? ഒന്നും അറിഞ്ഞൂടാ. അല്ല സത്യത്തിൽ അങ്ങനെ ചെയ്യണ്ടേ? ഇങ്ങനെ ആയിട്ടുള്ള കോൺഫിഡൻസ് ആണ്. ഇനി പൊരിക്കുമ്പോ അറിയാം. ഇനി നമ്മള് കയ്യിൽ എണ്ണ തേക്കണം, ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. നെയ്യ്. എന്നിട്ട് ഇങ്ങനെ നിനക്ക് ഉരുട്ടണോ? ചെറിയ സൈസിൽ ഉരുട്ടി മതി കേട്ടായിരിക്കും. ക്രാക്ക് ഉണ്ടാകുന്ന നോക്കണം എനിക്ക്. ഇത് പരന്നു പോയി. ഇത് ഉണ്ടയാവുന്നില്ല. ഇത് അത് നമുക്ക് പറ്റും ഇങ്ങനെ ഒരു വേറെ ഷേപ്പ് ആക്കിയാൽ മതി. എടാ ഇത് കുറച്ചുകൂടെ ഒരു കൺസിസ്റ്റൻസി വരാറുണ്ടോ എന്നൊരു സംശയം കേട്ടോ. ഉണ്ടാ അങ്ങോട്ട് കറക്റ്റ് ആവാൻ സ്റ്റിഫായിട്ട് ഇരിക്കുന്നില്ല. കുഴപ്പമില്ല, കണ്ട ഒരു ഫ്ലഫിനെസ് ഉണ്ട്. അത് വരണം, ആ ഫ്ലഫിനെസ് വരണം. എന്നാലേ കണ്ട അത് നീ വിറക്കണല്ലേ? അല്ലാതെ അത് കൊടുകൂടെ മതി. ഈ ഉണ്ട പോരെ? നല്ല ഉണ്ട വേണോ? ഈ ഉണ്ട മതിയെന്ന് തോന്നുന്നല്ലേ? പക്ഷെ ഒരു ഓട്ട പോലും വീഴരുത്. ഇതിൽ കണ്ട ഓട്ടയൊന്നുമില്ല, സെറ്റാണ്. പക്ഷെ ഇത് ക്രാക്ക് ഒന്നുമില്ല. പക്ഷെ അതല്ലടാ, ഇത് മറ്റു മനസ്സിലായി ഷേപ്പ് മാറും ഇതിന് ഇടുമ്പം. ഇത്രയും വലിയ ഉണ്ട വേണ്ട കേട്ടാ. ഇത് ഉരുളുമ്പോ ഇത്രയാവും. അങ്ങനെ ഗൈസ്, ഇനിയിപ്പോ നമുക്ക് നമ്മുടെ സീനിയേഴ്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വിട്ടാനായിട്ട്. കൈ കാണിക്കൂ. കൈ കഴുകിയാ? ശുദ്ധമായ വിനിച്ചേട്ടനെ കിട്ടണോ? തിളച്ചെണ്ണ തണുത്തിട്ട് ഉരുട്ടി മതിയടാ. ഇനി ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കൂ. നിങ്ങൾ ഉരുള വലുതാണ് കേട്ടോ, ചെറിയ ഉരുള മതി. ആഹാ രസമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് മാവാണ് ഗൈസ്. ഷേപ്പ് ചെയ്യാൻ പറ്റിയ മാവ്. ഷേപ്പ് ചെയ്യാൻ പറ്റിയത് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സാധനം. ഇതെന്തരുണ്ടാ? ഇതിനെന്ത് ഉണ്ടയ്ക്ക് എന്താണ് പ്രശ്നം? അത് ഓവലായി പോയോന്ന് എടാ. അതല്ല, ഇത് ഏതിട്ടാലും ആ ഷേപ്പ് ആവുമെന്ന് തോന്നുന്നടാ. ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, പക്ഷെ വയ്ക്കുമ്പോൾ അതുപോലെ ആവും. ഇരുന്ന് ചപ്പി പോണു കണ്ടാ. ഞാൻ വയ്ക്കുമ്പോൾ നമുക്ക് ഇടാൻ സമയത്ത് ഒന്നുകൂടെ വേണമെങ്കിൽ ഉരുട്ടിയിട്ടിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഉണ്ടകളെല്ലാം ഉരുട്ടി പൊരിക്കാൻ വേണ്ടിയുള്ള ഉണ്ടകളെല്ലാം റെഡി. പല വിധത്തിലുള്ള ഉണ്ടകൾ, പല സൈസ് ആയി പോയി, എന്നാലും കുഴപ്പമില്ല. ഉണ്ടകൾ ഇതില് ക്രാക്ക് ഉണ്ട്. ഇതാരാണ് ഉരുട്ടിയത്? അല്ലല്ല, ഞാനൊന്നും അല്ലേ, ചെറുതാ. എല്ലായിടത്തും എന്റെ തലയിട്ടാണ്. ഇത് വിനുവാ. ചെറുത് ഞാനായിരിക്കും. ഇത് വിനുവാണ്. ക്രാക്ക്
അത് ഫുൾ ക്രാക്ക്. അത് ക്രാക്ക് ആവില്ലേ നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് പൊരിക്കാനായിട്ട് നമ്മള് വിനുവിന്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂടാ, എല്ലാത്തിനും ക്രാക്ക് ഉണ്ട്. ഇത് എല്ലാം ഉരുട്ടുന്നതിലാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പൊ അത് പോയാൽ തീർന്നു. നീ ഇട്ട 8 എണ്ണം ഒഴിച്ചിട്ട് ബാക്കി 20 സംതിങ് വർക്ക് ആവും. അപ്പൊ നമുക്ക് പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. നമ്മൾ അധികം ഫ്ലേവർ ഇല്ലാത്ത എണ്ണയാണ് എടുക്കണമെന്നാണ് കേട്ടത്. സൺഫ്ലവർ ഓയിൽ. അതുകൊണ്ട് നമ്മൾ റിഫൈൻഡ് ഓയിലാണ് എടുക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു. മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം കേട്ടാ. ഇതൊന്നും പോരാ, ഒഴിക്കും. മുങ്ങി കിടക്കുവോ? കുറച്ചുകൂടെ മുങ്ങണ്ടേ? ഇതിപ്പോ 1 ലിറ്റർ ഫുൾ ഒഴിക്കണമല്ല. ഒഴിക്കണം. ചെറിയ OSB സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 1 ലിറ്റർ ഇറക്കാൻ തയ്യാറാണ്. അയ്യോ ഫുൾ ഒഴിച്ചാ ഇത് കൂടിപ്പോയെന്ന് തോന്നുന്നു. അത് നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ഒരുപാട് ചൂടാക്കണ്ട, കാര്യം ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ്. ചൂടായതിനു ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. അപ്പൊ നമുക്കിത് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഉണ്ട ഇടാൻ പോവാണ്. ഉണ്ട നമുക്ക് നില്ലേ ഇതിനകത്ത് വെച്ചിട്ടിട്ടല്ല. അങ്ങനെ അല്ലാണ്ട് ഇട്. നീ മറ്റേ ഇത് കുറെ ചെയ്തിട്ടുള്ളേ. കണ്ണാപ്പ ഞാൻ പിടിച്ചോളാം. പക്ഷെ ഓരോന്നായിട്ട് ഇട്ടാ അതിന്റെ വേവ് മാറൂലേ? എനിക്ക് ഒരേ സമയം 3 പേര് ഇടണോ? ഈ ഹിന്ദിക്കാരൊക്കെ വിരൽ മുക്കിയിട്ടാണ് ഇത്. നില്ല തട്ടിക്കോ, ഞാനിവിടെ സഹായിക്കാം. എന്താ കണ്ടോ, ഇതിന്റെ അടിഭാഗത്തൊരു ഷേപ്പ് വ്യത്യാസം വരും. കണ്ട ഇങ്ങനെ ചെറിയൊരു ഇത് വരും. പക്ഷെ കാര്യമാക്കണ്ട. പോരാ കുറച്ചുകൂടെ ഇടണ്ടേ? ഫുള്ളിട്ടോ? ഫുള്ളിടാം. 30 എണ്ണം ഒറ്റ അടിക്കാൻ നമ്മൾ കുക്ക് ചെയ്യും. എടാ ഇവരെ നീക്കിയിടണം. വിനുവിന്റെ കയ്യിലാണ് ഇതല്ല. വിനുവിന്റെ ട്രിക്ക് ഇറക്കാം. അത് ഒരുപാട് ടാക്കില്ല, അത് പൊടി. വിനു എന്നെ ഏറ്റവും സിമ്മല്ല ഇങ്ങനെ തന്നെ. ഇങ്ങനെ നമ്മള് ഒരുപാട് വെണ്ണ ചൂടായോ എന്നൊരു സംശയം. പക്ഷെ ഒരു സൈഡ് ആവുന്നുള്ളൂ. നീ ഉരുട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോ എല്ലാ സൈഡും ഒരേ കണക്കാവും. ചൈനീസ് ട്രിക്കാണ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി. അല്ല അവനറിയാം. അല്ല വേണ്ട നമ്മൾ പിടിക്കണ്ട. ഇടപെടരുത്. ഷെഫ് ഇതിൽ ഇടപെടാൻ സമ്മതിക്കില്ല. കൊളായെങ്കിൽ നമ്മൾ ഇടപെടും. സിമ്പിൾ സാധനമാണ് ഇത്. കൊളായി കഴിഞ്ഞാലേ വലിയ അഭിമാന പ്രശ്നമാണ്. ഇത് നന്നായ നിനക്ക് വലിയ സാധനങ്ങൾ. ലാലേട്ടന്റെ ചിക്കൻ വെച്ചത് വളരെ സിമ്പിളാണ്. ഇത് നന്നായിരിക്കും ഗൈസ്. ഉണ്ടാക്കിയത് ഇങ്ങനെ വന്നിട്ടില്ല, അപ്പൊ ഇത് നല്ലതായിരിക്കും. അപ്പൊ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളുള്ള ഐശ്വര്യമാണ്. ഇത് പക്ഷെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കടുപ്പത്തിൽ ഉണ്ടാക്കായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പാല് ഇങ്ങനെ കുറുക്കി ഇങ്ങനെ ഒരു കട്ടി കണക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ മൈദ ഇട്ട് ഇങ്ങനെ കുഴച്ചു ഇങ്ങനെ മാവ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഇതുവരെ ഉണ്ടാക്കി ശരിയാത്തതാണോ? അതാണ് ശരിയാണ്. അപ്പൊ അത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇട്ടാ മതി ഗൈസ്. ഇത് ഫസ്റ്റ് ഓപ്ഷൻ. പക്ഷെ അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അത് ഗുലാബ് ജാം അല്ല, ആ ഐറ്റം തന്നെ വന്ന ഉരുട്ട് അങ്ങനെ തന്നെ വന്ന. അത് ഞാൻ ഉണ്ടാക്കിയപ്പോ പൊടിഞ്ഞു പോയി. ഗോൾഡൻ ബ്രൗൺ വന്നു തുടങ്ങി. വാ നമുക്ക് കുറച്ച് ഡാർക്ക് ആക്കി എടുക്കാം. ഓക്കെ. ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഗോൾഡൻ ബ്രൗൺ കാണുന്നത്. നമ്മളൊരു സൂപ്പർവിഷൻ ആണോ ഇതിന്റെ കാരണം? അതൊന്നും അല്ല. ഫോർ ഷുവർ. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് ഉണ്ടാക്കിയത്. 100% യോജിക്കുന്നു. ഇവര് ചിക്കൻ കറിയൊക്കെ കൂട്ടമായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ ഒറ്റയ്ക്കാണ്. അതെന്തിന് എന്തായാലും ഇത് ടേസ്റ്റ് ഉണ്ടായില്ലേ നോക്കിട്ട് ബാക്കി ഡയലോഗ് അടിക്കാം. ശരിയാണ്. പഞ്ചാര ലൈനിൽ കേറുമ്പോ ഏത് ടേസ്റ്റ് ഇല്ലാത്ത സാധനം ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് ചിക്കൻ കറിക്ക് വർക്കൗട്ട് ആവൂല. നിനക്ക് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കി തരാം. അത് ലൈവായിട്ട് കോൺഫിഡൻസ്. ഉല്ലാസിന് ലൈവ് വരാൻ തയ്യാറാണോ? നമ്മൾ റിവീൽ ചെയ്യാൻ തയ്യാറാണ്. ലൈവില് നിങ്ങൾ എന്ത് അല്ല ഞാൻ എന്ത് ഗായ്സ് ഉല്ലാസ് ലൈവായിട്ട് ഏത് ഡിഷ് ഉണ്ടാക്കണം കമന്റ് ചെയ്യുക. സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ ഉണ്ടാക്കും. ഓക്കെ. എടാ ഇത് കൊള്ളാന്ന് പറയാം കേട്ടോ. കൊള്ളൂല്ലെങ്കിൽ കൊള്ളാന്ന് പറ. ഗൈസ് നോക്കൂ, ഇത് ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്ക് ഇതിനെ കോരി ചൂടോടുകൂടി നമ്മുടെ പഞ്ചാര പാനിയിലേക്ക് ഇടണം. മുക്കി അതില് ഇനി അത് പൊട്ടും. ഓക്കെ പൊട്ടോ? എനിക്ക് ക്യാമറ നോക്ക് മുക്കി നോക്ക്. പൊട്ടൂല. മുക്കല്ലേ ഭാഗ്യത്തിന് പൊട്ടില്ല. എണ്ണയാണ് അതിലായത്.
എണ്ണയാണ് തോന്നുന്നു. ഹായ് ഹായ്, കൊള്ളാല്ലേ? സൂപ്പർ സാധനം. നോക്കൂ, ഇട്ടോ അല്ല അത് കാണിച്ചു കൊടുക്കട്ടെ. നോക്കൂ. ഹായ് ഹായ്. വാവ്, മുങ്ങട്ടെ. നോക്കൂ, നമ്മൾ അടിപൊളിയായി സെറ്റ് ചെയ്യും. യെസ്. ഇപ്പൊ നമ്മളായല്ലേ? പക്ഷെ ഗ്യാസ് പോയി. ഗ്യാസ് പോണ്. ഗ്യാസ് പോയി. എടാ എല്ലാം ചുരുങ്ങുന്നു. എടാ ഇത് പണ്ട് കേക്കിന് ഇതുപോലെ അല്ലേ പറ്റിയത്? എനിക്ക് തോന്നണത് ബേക്കിംഗ് സോഡ കൂടിയാ. ബേക്കിംഗ് സോഡ പൊടി കൂടിപ്പോയത്. അല്ല ഇത് ഊറി പിടിക്കും ഇതിനകത്ത്. സംഭവം അകത്ത് കയറുമ്പോൾ അത് പൊങ്ങും. പൊങ്ങുമായിരിക്കും. നോക്കാം ഗൈസ്. ഇനി അപ്പൊ ബാക്കിയും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ബട്ട് എല്ലാം ശോഷിച്ച പോലെ ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് ഇളക്കി കൊടുത്തോണേ. മൂവ് ചെയ്തോണേ. അല്ല, ഇടുന്നത് മൂവ് ചെയ്തോളൂ. കുറച്ച് പൊങ്ങിട്ട് പൊങ്ങി വരും. പൊങ്ങൂല, അടി പിടിക്കും ചിലപ്പോ. അപ്പൊ ഗൈസ് നമ്മൾ രണ്ടാമത്തെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ എന്താ ചൂടാടിയാ? യെസ്, ലാസ്റ്റ് ഉണ്ടാ. യെസ്. ഓ 2 സെറ്റ് മതി, അതോടെ കഴിഞ്ഞ കേട്ടോ എല്ലാം. വാവ്, ഫൈനൽ ഉണ്ടല്ലോ. കാണിച്ചു ഇതായി പോയി, ആവിയായി പോയി. ഇതെന്തുകൊണ്ടാണ് ഈ പ്രതിഭാസം നടന്നതെന്ന് നിങ്ങൾ പറയും. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസം നടന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിൽ കൺസിസ്റ്റൻസി കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഭാസം നടന്നത്. കുറച്ച് വെള്ളം കുറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ പാല് കുറച്ച് കൂടിയോണ്ടാണ് ഇത് ഈ പ്രതിഭാസം നടക്കുന്നത്. ഓക്കെ, അങ്ങനാണോ? ചുമ്മാ തള്ളി വിടുക. അങ്ങനെയാണ്. ഫിയർലെസ് കുറച്ച് കൂടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതുകൂടെ ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് വരാം നമുക്ക്. ഗൈസ്, സെക്കൻഡ് സെറ്റും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് സെറ്റും കൂടെ നമ്മള് വിനു എല്ലാം ഒരുമിച്ച് എടുക്കണം. വാ, ഒരെണ്ണം കൂടെ ഉള്ളു വിനു. യു ക്യാൻ. പെട്ട്. യെസ്. ഓക്കെ, തട്ടങ്ങോട്ട്. ഞാനാണ് ഷെഫ്. ഷെഫ് സ്ട്രിക്റ്റ് ആവുന്നുണ്ടോ? കണ്ട, സെറ്റായി. മുങ്ങട്ടെ. ഹായ്, കൊള്ളാല്ലേ? ഇതിനി ഒരു 1 മണിക്കൂറൊക്കെ കിടക്കണം ഇത് അബ്സോർബ് ആവാൻ. ബട്ടർ ചിക്കൻ കുറച്ചുകൂടെ നല്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. പക്ഷെ ടേസ്റ്റ് ഇല്ലായിരുന്നല്ലോ. ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു. ഗൈസ്, അപ്പൊ ഇത് ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ചില്ല് ചെയ്യാം. ഗൈസ്, അപ്പോഴേതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? 1 മണിക്കൂർ എന്തായാലും ഒരു ചെറിയ എന്തോ ഒരു ഇതുണ്ട്. ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പുതിയൊരു അതിഥി വരുന്നുണ്ട്, നന്ദുബിയ. അപ്പോഴവൻ ഹോണസ്റ്റ് ആയിട്ട് ഒപ്പീനിയൻ പറയുമെന്നാണ്. നന്ദുബിയാന്റെ ചരിത്രം വെച്ചിട്ട് അങ്ങനെയാണ്. പക്ഷെ അതൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാനാണ് ഇത് ഫുൾ ഉണ്ടാക്കിയെന്നാണ് ഞാൻ അവന്റെ അടുത്ത് പറയാൻ പോണത്. അപ്പൊ അവൻ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? നല്ല ആത്മാർത്ഥമായ ഞാനോ അരുണോ ആണെങ്കിൽ അവൻ വിശ്വസിക്കും. നല്ല ആയുണ്ട്. ചില വിശ്വസിക്കില്ല. നോക്കാം. ഗൈസ്, നമ്മുടെ അതിഥി നന്ദു ബിയാർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. നന്ദു ബിയാറെ, ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി നന്ദു. ഇങ്ങോട്ട് വാ, അവിടെ നിൽക്കാതെ. എടാ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ഗുലാം ജാമുൻ. ഞാൻ ഉണ്ടാക്കിയ ഗുലാം ജാമുൻ. വാ, തുറന്ന് കാണും, എന്നിട്ട് പറ കണ്ടിട്ട് എങ്ങനെയുണ്ട്. ഞാൻ ഉണ്ടാക്കിയടാ. ശ്രീകാന്തും വേറെ ആരെയും സഹായം ഇല്ല. ഞാനാണെന്ന് ഫുൾ ഫസ്റ്റ് നീ പറയണം. നീ സത്യസന്ധമായിട്ട് പറയണം. ആരും കഴിച്ചില്ല. ഇതൊരു ഒന്ന് തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ല. നമ്മൾ 1 മണിക്കൂർ ഒരെണ്ണം ഇതെടുക്കട്ടാ. ഒരു ചെറുതാ, ഇതല്ല മുരിഞ്ഞെടുക്കാം. ആഹാ, കാണാൻ തന്നെ എന്താ. എടുക്കട്ടെ, ഷുഗർ അങ്ങ് കേറട്ടെ. തിരക്കൊക്കെ കുടിക്കണം. ഒന്നും കൂടെ ഇട്ട് കൊടുക്ക്. ശോഷിച്ചിടണോ? ആര് നീയാ? അപ്പൊ ഇത് മതി. 2 കറക്റ്റ്. ഇത് അത്ര ഇതായില്ലേ? നല്ല മുരിഞ്ഞ. ഇത് ഇത്തിരി നല്ല ഗോൾഡ് സൂപ്പർ സാധനം. ഇത് പൊളിക്കും. കണ്ണീര് തുടച്ചിട്ട് കഴിഞ്ഞു. ഇതിനാണ് എന്നെ വിളിച്ചത്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഡെസേർട്ട് കഴിക്കണ്ടേ? ഞാൻ ഡെസേർട്ട് കഴിച്ചാൽ ഫുഡ് മധുരം കഴിക്കണം. നീ ഇങ്ങനെ അറിയാലോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. കട്ട് ചെയ്ത് കാണിക്ക്. മധുരം കഴിക്കാതെ മലക്കം പറഞ്ഞാൽ മധുരിക്കും ഓർമ്മകൾ നഷ്ടപ്പെടുമെന്നാണ്. കത്തി വേണോ? വെള്ളം കുറച്ച് ഒഴിച്ചു. ജെനുവിൻ വേണം. ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത് ഇട്ടിട്ട് കുറച്ച് നേരമായോ? 1 മണിക്കൂറായിട്ട്. എനിക്കൊന്നും അകത്തോട്ടെ ഇത് പിടിച്ചിട്ടില്ല. പക്ഷേ സാധനം ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. അല്ല ഹാർഡാണ് കുറച്ച്.
സോഫ്റ്റ് അല്ല അല്ല എനിക്ക് തോന്നുന്നു ഈ സാധനല്ലേ അകത്തോട്ട് ഇതായി കാണൂല, കേറിയില്ല. കേറി കാണത്തില്ല. ഓക്കെ ഓക്കെ സോഫ്റ്റ് നല്ല ഇതല്ലേ, സോഫ്റ്റ് അല്ല, കട്ടി കട്ടിയാ. പക്ഷെ അറ്റംപ്റ്റ് കൊള്ളാം. പക്ഷെ ഉപയോഗിക്കാം അല്ലേ? ആ സാധനം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് പാക്ക് ചെയ്ത് കൊടുക്കട്ടെ. വേണ്ട, ഇങ്ങനെ ഒരു അവ ഇത്രയും കഷ്ടപ്പെടുന്നു. അല്ലടാ ഇത് സംഭവം നമ്മുടെ ഞാൻ നല്ല ഫോഴ്സ് തെറിക്കും. അല്ല ഇവിടെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. കട്ടി നിനക്ക് എന്ത് കുറ്റം ഉണ്ടെങ്കിലും തുറന്നു പറയാം. തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞോടാ. അങ്ങനെ ഇതൊന്നും ഇല്ല. എടാ നീ കഴിച്ചിട്ടുണ്ടല്ലോ, ജാമുൻ കഴിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നോക്കുമ്പോഴേ ഡയലോഗാണ് അടിച്ചത്. എടാ 10 എത്ര കൊടുക്കാൻ അടുപ്പിച്ചില്ല. 10 ഞാനാണ് ഈ മാർക്ക് കുറയ്ക്കരുത്, സത്യസന്ധമായിട്ട് പറയാം. എടാ അങ്ങനല്ല, നിനക്ക് മാർക്ക് കൂട്ടണമൊന്നും ഇല്ല, കറക്റ്റ് പറഞ്ഞു. 10 എത്ര? ആദ്യം ടെക്സ്ചർ പറയാം. ടെക്സ്ചർ ബേസ് നമുക്കൊരു 6 മാർക്ക് കൊടുക്കാം. ഓക്കെ 10 ടേസ്റ്റ് ബേസ് ഞാനൊരു നിനക്കൊരു 7 മാർക്ക് തരും. ഓക്കെ ഓക്കെ കൂടുതലുണ്ട്. പക്ഷേ അതിന്റെ ഒരു Softness. സോഫ്റ്റ്നെസ് നോക്കിയിട്ട് 3 മാർക്ക്. 10 3 മൊത്തത്തിൽ നമുക്കൊരു 6 മാർക്ക് കൊടുക്കാം. 6 മാർക്ക് ആവറേജ്. 6 മാർക്ക് ഡീസൻസ് ആണ്. Decent ആണ്. എനിക്ക് പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടി ചിലപ്പോൾ കിടന്ന ചിലപ്പോൾ സോഫ്റ്റ് ആവും. അല്ല മധുരമൊക്കെ കറക്റ്റ് ചെയ്യുന്നേ. മധുരം കറക്റ്റ് അതെങ്ങനെ ഒപ്പിച്ചേ. എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെയുണ്ട് വെള്ളം ഞാൻ അതെങ്ങനെ ഒപ്പിച്ചടേ? അത് ഇഷ്ടപ്പെട്ടു. വെള്ളം പക്ക ടേസ്റ്റ് ഉണ്ട്, കറക്റ്റ്. ഒരു പ്രശ്നമില്ല. എന്നാലും അസേ ന്യൂ കമ്മർ നീ എന്നെ അപ്രിഷിയേറ്റ് ചെയ്യും. നിനക്ക് ഞാൻ 8 മാർക്ക് തരും. 8 മാർക്ക്. അത് സെറ്റ്. ഞാൻ ഇവന് സാധനം കൊടുക്കാത്തല്ല, പക്ഷേ ഇത് കൊള്ളാം, സാധനം കൊള്ളാല്ലേ. സാധനം കുറച്ച് ഹാർഡായി പോയെന്നുള്ളൂ. ഓക്കെ ഓക്കെ. നീ ട്വിസ്റ്റ് പറയാ. നീ എന്നെ ഉണ്ടാക്കിയത് ഞാനല്ല ഉണ്ടാക്കിയ, ഉല്ലാസാണ് ഉണ്ടാക്കിയ, ആണോ? ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ. ഒറ്റയ്ക്ക് ഉണ്ടാക്കി. അപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? മാർക്ക് അങ്ങനെ മാറ്റാൻ 6 കൂടുതൽ കൊടുക്കാൻ തോന്നണില്ലേ? ഇല്ല ഞാൻ പറഞ്ഞത് എനിക്ക് മാറ്റൊന്നുമില്ല. നീ മാർക്ക് ഇട്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ. നീയാണ് ഉണ്ടാക്കിയത്. സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഒന്നുകൂടെ കഴിക്കണം. ആളെ നോക്കിയിട്ടാണോ ടേസ്റ്റ് മാറുന്നത്? ഈ ലിക്വിഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ? ഉല്ലാസിനെ ഇവിടെ നെഞ്ചിടിക്കുക. ആരുടെന്ന് കേൾക്കുമ്പോഴും നീ ഇങ്ങനെ ഇട്ട് കുത്തുമ്പോഴും ഒക്കെ. ഉല്ലാസിന്റെ അടുത്ത് എടാ ക്യാമറ ഒന്ന് കാണിച്ചേ. എന്നിട്ട് ഉല്ലാസ് ഇങ്ങനെ വന്ന് നിന്നിട്ട് കണ്ടില്ലേ ഉല്ലാസ്? ഇനി അവന് കൊടുക്കാം. ഉല്ലാസിന് അല്ല, നിങ്ങൾ കഴിച്ചിട്ട്. ഓ ഹാഡി എന്നടാ. പക്കാ ടേസ്റ്റ്. ലിക്വിഡ് ഇല്ലേ, ലിക്വിഡ് പൊളി. ഹാർഡ് എന്നുള്ള സംഭവം പൊളിയാ. അപ്പൊ നോർമലോ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ? എടാ ഇതൊന്നും അത്ര പ്രശ്നമില്ല. ഇത് സോഫ്റ്റ് ആണല്ലോ. അതെ ഞാൻ ചിലപ്പം ഞാൻ മുങ്ങിക്കിടന്നതായിരിക്കണം. കുറച്ചും കൂടെ പിടിക്കണമായിരുന്നു. എനിക്ക് ഇച്ചിരി സോഫ്റ്റ് തന്നെ. ചിലപ്പോ നാളത്തേക്ക് ഇതാവും. പക്ഷേ നീ ലിക്വിഡ് എങ്ങനെ ഒപ്പിച്ച് പറ. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ്. ലിക്വിഡ് സെറ്റായി. അവ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇട്ടു. അതിനി അത് വീഡിയോയിൽ മാത്രമേ കാണാൻ പറ്റൂ. വേറെ നമ്മള് പുറത്ത് പോകില്ല. ചെയ്തോളാം. ഹാർഡായി പോയി. ഇനി ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കൊള്ളാമല്ലോ ഇത് അത്ര മോശമൊന്നുമല്ല ഗൈസ്. ഇത് പറഞ്ഞില്ല. ഇതിനകത്ത് ഇത്തിരിയും കൂടെ പിടിക്കാനുണ്ട്. ചിലപ്പോ നമ്മള് മാവ് രണ്ടാമതും കൂടെ മാവിന് ചെറിയൊരു കട്ടി ഉണ്ടെന്ന് അതിന്റെ ഒരു പ്രശ്നം. രണ്ടാമത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതിന്റെ ഒരു വ്യത്യാസമായിരിക്കും. നീ ഉണ്ടാക്കിയതിനെക്കാട്ടി കൊള്ളൂലേ? എന്നുവെച്ചാൽ നീ വീട്ടിലുണ്ടാക്കിയ ഫെയിൽ ആയെന്ന് പറഞ്ഞു. അല്ല ഇതെനിക്കൊന്നും ഞാൻ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും കിട്ടുന്ന ടേസ്റ്റ് വരുന്നുണ്ട്. അതെ അതെ. നമ്മളെ സഹായത്തിന്റെ ഒരു ഇത് കണ്ട, നമ്മൾ മോണിറ്റർ ചെയ്തു, എല്ലാം സെറ്റ് ആക്കി. ഷുഗർ ജ്യൂസ് സൂപ്പർ ആയി. ഷുഗർ സിറപ്പ് സെറ്റ് ആയില്ലേ? അത് കൊള്ളാം. ഷുഗർ സിറപ്പ് നല്ലതായിരുന്നു. ഗൈസ് നമുക്ക് ഐസ്ക്രീം കൂടെ ഇട്ട് നോക്കാം. ഇത് ജാമുന് നല്ലൊരു കോമ്പിനേഷനാണ് ഐസ്ക്രീം. ഒരു കുറച്ചും കൂടെ ഇടാം. അല്ല ഇത് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ഡയറക്റ്റ് അത് ഇട്ടാ എന്നിട്ട് ഗുലാബ് ജാമുൻ കൂടെ എടുക്കാം. ഒരു വലുത് 2 എണ്ണം ഇടണോ? 2 ഇടാം. ഷുഗർ ഫ്രീ ആണ്, തികച്ച് ഷുഗർ ഫ്രീ. എന്നിട്ട് ഇതിന്റെ മുകളില് കുറച്ച് തടയണ്ട. നാളെ കിടപ്പില്ല പോട്ടോ. കഴിക്കും. അങ്ങനെ ആദ്യമായിട്ട് 90% സക്സസ് ആയി പ്രോഡക്റ്റ്. ഐസ്ക്രീം സൂപ്പർ. മിക്സ് ചെയ്ത് കഴിക്കൂലേ? നമ്മളങ്ങനെ ആദ്യമായിട്ട് ഉല്ലാസിന്റെ നേതൃത്വത്തിൽ 90% സക്സസ് ആയ സാധനം ആദ്യമായിട്ട്. 90%. നമ്മൾ നേരത്തെ 100%. അതെ 90%. ഞാൻ 90. 90%. 10-ൽ 6 തന്നിട്ട് 60%. സത്യം. 10-ൽ 6 തന്നത്. ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ വർക്ക് ചെയ്ത് 10-ൽ 6 നീ അപ്പൊ 60%. അടിയായി. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. മാർക്ക് 6 കൊടുക്കും. ഇപ്പൊ ഉല്ലാസ് പറഞ്ഞപ്പോഴേ 90%.
നീ 100% കൊടു. എടാ മാർക്ക് അവന് 6 ഞാൻ കൊടുത്തോളൂ. ഐസ്ക്രീമായിട്ട് സൂപ്പർ കേട്ടോ. ഐസ്ക്രീമായിട്ട് സൂപ്പർ ഗൈസ്, അടിപൊളി. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്റെ കന്നി അറ്റംപ്റ്റ് ആണ്. എല്ലാവരും ആശംസകൾ നേരുക. എല്ലാരും ഉല്ലാസിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതിനോട്ട് കിക്ക് ഔട്ട് ഉല്ലാസൊക്കെ മാറ്റുക. പയ്യൻ പ്രൂവൺ കുക്കായി ഉല്ലാസിനെ ഗോ ബാക്ക് ടു ക്യാമറ എന്നൊക്കെ മാറ്റുക, വെളുപ്പിച്ച് കൊണ്ടുവരുക എല്ലാവരും. അതൊന്നും വേണ്ട. നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാപ്പി ദീപാവലി അന്ന് തന്നെ നമുക്ക് ഈ ഉല്ലാസിന്റെ ഒരു കണ്ണി എന്റെ കൈപുണ്യം അവർക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നു. 10-6 കിട്ടിയാലും അതിനൊരു ഒരു കണ്ണി അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് 90 തന്നെ. അല്ല ഞാൻ ടേസ്റ്റ് വൈസ് 7 മാർക്ക് കൊടുത്തു. നീ ഒന്ന് വാടച്ചിരിക്കോ. നിനക്ക് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് 7 മാർക്കോ 8 മാർക്കോ ഒന്നും നിനക്ക് അത്രയും മാർക്ക് പറ്റൂല. ഹാപ്പി ദീപാവലി പറഞ്ഞുകൊണ്ട് ട്രൈ ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യുക. കമന്റ് ഇടുക. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ. ഇരിക്കുന്നതിലാണ് മെയിൻ സംഭവം. കൊളായ തീർന്നേട്ടാണ്. അപ്പൊ അവനോട് ഇന്ന് ഒന്നും കേൾക്കരുത്. ഗുലാബ് ജാമു വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും, പക്ഷെ അഭിമാനം അതുകൊണ്ട് ഇവരെന്നെ കുറ്റം പറഞ്ഞു. കണ്ടോ ഷാൻജി എന്തിലേക്കാണ് ഇളക്കുന്നത് കണ്ടോ. അത് ഇരുമ്പിന്റെ ഇതായിരിക്കും, ഇരുമ്പിന്റെ സ്റ്റാച്ചില് പെയിന്റ് അടിച്ചായിരിക്കും, ഇരുമ്പിന്റെ സ്പാച്ചിലായിരിക്കും. അതാണ് തീരിട്ടുണ്ടായിരിക്കും.